1971 നടന്നേക്കുന്ന ഒരു ഫ്ലൈറ്റ് സ്റ്റോറിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്റ്റോറിയാണോ തലപതി സ്റ്റേറ്റിന്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്? ഐ മീൻ ടൈം എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആക്ച്വലി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത് നമ്മൾ മെസ്സിനെ റൊണാൾഡോനെ വിളിക്കുന്ന പോലത്തെ ആ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണോ, അതോ മറ്റെന്തെങ്കിലും ടൈമുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തലപതി സ്റ്റേറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ അങ്ങനെ ഫൈനലി റിവീൽ ചെയ്തേക്കാളെ ഇന്ന് വിജയ് ഫാൻസിന് ആഹ്ലാദ ദിവസം. കാരണം നാളെ ന്യൂ ഇയർ ആണ്. ആൻഡ് ഇന്ന് തന്നെ ഈ ഒരു പോസ്റ്റർ വന്നിരിക്കുന്ന സമയത്ത് ഡിസ്കഷനുള്ള വലിയൊരു സംഭവം എന്നുള്ളൊരു കാര്യം പറയേണ്ടി പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. അടുത്ത വർഷം നമ്മൾ ആരംഭിക്കാനായിട്ട് പോവാണ്. ആരംഭിക്കലാങ്കള 2024 വരാനായിട്ട് പോവാണ്. 2021 പറയുന്നത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങോട്ട് പോയില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് പോയി. അടുത്ത വർഷവും ഇങ്ങനെ നല്ല രീതിക്ക് ബെറ്റർ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ആശംസിക്കുകയാണ്. സോ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ഇന്ന് ആക്ച്വലി വൈകിട്ട് നല്ല ആഘോഷങ്ങളാണ് ഇവിടെയൊക്കെ. അപ്പോൾ അതിന് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് കുറേയധികം മെസ്സേജസിലൊന്നും എടുക്കുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നേ. തലപതി വിജയുടെ ഒരു പോസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഡീകോഡ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് ഡീകോഡ് ചെയ്യാനായിട്ട്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തലപതി 68 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയണം. കാരണം 7 മാസം മുന്നേ വന്നിരുന്ന ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ ഇട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ പേര് ഇത് തന്നെ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 3-4 പേരുകൾ ആക്ച്വലി വന്നായിരുന്നു. അങ്ങനെ ഫൈനലി കുറച്ച് നാൾ മുമ്പ് വന്നായിരുന്ന റൂമർ അനുസരിച്ച് തന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന പേര് തന്നെയാണ്, ദി ഗോട്ട് എന്ന് പറയുന്ന പേര് തന്നെയാണ് ഈ സിനിമയ്ക്ക് കൊടുത്തേക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ആൻഡ് പോസ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്ക്. ഐ മീൻ ഡബിൾ റോൾ ആണ് ഇതിനകത്ത് വിജയ് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ആക്ച്വലി എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്നുള്ളൊരു കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം ഇതുവരെ വന്നിരിക്കുന്ന വിജയ് സിനിമകളിൽ നിന്നും എൻ്റയർലി കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഒരു വെങ്കട് പ്രഭു പടം എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയായാലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വിജയനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരാൾ യങ് ആണ്, ഒരാൾ ഭയങ്കര പ്രായം കൂടിയിരിക്കുന്ന വിജയാണ്. അപ്പോൾ അച്ഛനും മകനും ഐ മീൻ ബിഗിലെ കപ്പ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് സാധനമാണോ എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുള്ള പോലെയാണ് നിങ്ങൾക്ക് പറയാനായിട്ട് വരുന്നത്. ഇദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കോസ്റ്റ്യൂം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ഗൺ മാവറിക്ക് ഓർമ്മ വരുന്ന രീതിക്ക് ഒരു എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അതല്ലെങ്കിൽ ഫ്ലൈറ്റ് മറ്റൊക്കെ കയറി ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് പൈലറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ക്യാൻ ഡിവർ ദ ഡാർക്ക്നെസ് ബട്ട് ഡാർക്ക്നെസ് കനോട്ട് കൺസ്യൂം ദ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാരച്യൂട്ട് അവിടെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റെഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു പാരച്യൂട്ട് വന്ന് കിടക്കുന്നത്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ നല്ലൊരു അത്യാവശ്യം പ്രകാശമുള്ളൊരു ഏരിയ ആണ് കാണാൻ പറ്റുന്നത്. മുകളിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം 7 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തേക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, 1980s കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയുടെ ഇൻവെസ്റ്റിഗേഷൻ ആണോ തലപതി സ്റ്റേറ്റ് എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞായിരുന്നു. കാരണം അന്ന് വന്നായിരുന്ന ഫസ്റ്റ് ലുക്ക് അനൗൺസ്മെന്റിനകത്ത് വന്നായിരുന്ന ആ ഒരു വീഡിയോയുടെ ബേസിൽ അതിനകത്ത് വന്നായിരുന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കളുടെ കാലവർഷവും അന്നുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന വേജസ്, അവിടെ കൊടുക്കുന്ന ആൾക്കാരുടെ വേജസിനനുസരിച്ച് നമ്മൾ അന്ന് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ഒരു കഥ നമ്മൾ നോക്കുന്ന സമയത്ത് 1980s സമയത്ത് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പഴയ ഫ്ലൈറ്റ് ആണ്. ഈ പഴയ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 1980s കാലഘട്ടത്തിൽ യൂസ് ചെയ്ത് പോന്നേക്കുന്ന ഒരു ഫൈറ്റർ പ്ലെയിൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരാളായിട്ടുണ്ടാവാം ഒരു പക്ഷേ ഈ ഒരു വിജയുടെ ഒരു ക്യാരക്ടർ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ക്യാരക്ടേഴ്സിനെ ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഒരാൾ ഭയങ്കര യങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, പക്ഷെ ഒരാൾ ഇച്ചിരി പ്രായം കൂടിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടാളുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈസ് ഓൾമോസ്റ്റ് സെയിം എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം മുടി ചീക്കി വെച്ചേക്കുന്ന രീതി വ്യത്യാസമാണെങ്കിലും ഇവരൊരു ഹെയർ സ്റ്റൈൽ ഫസ്റ്റ് ലുക്കിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് തോന്നിപ്പിക്കും. ആൻഡ് ഇവർ കോസ്റ്റ്യൂം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള കോസ്റ്റ്യൂം തന്നെയാണ് കാണാൻ വരുന്നത്. ഒരു പക്ഷേ ഇതൊരു ടൈം ട്രാവൽ മൂവി ആണെന്നുണ്ടെങ്കിൽ ഐ മീൻ ഒരു വെങ്കട് പ്രഭു പടം എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അനൗൺസ്മെന്റ് സമയം തൊട്ട് തന്നെ വന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഒരു ടൈം ട്രാവൽ പടമാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യമായിരുന്നു. ഐ മീൻ ആക്ച്വലി ഒരു സൈഫൈ പടമായിട്ട് ഇറക്കാനായിട്ട് നിന്നിരുന്ന ഒരു പടം എന്നൊക്കെയായിരുന്നു തലപതി 68 കുറിച്ച് ആക്ച്വലി വന്നിരുന്ന റൂമർ മറ്റെന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ക്രൈം ചെയ്തിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു ടൈം ട്രാവൽ ആണോ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളൊരു കാര്യം നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു അച്ഛൻ മകൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനേക്കാളും കൂടുതൽ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 2 പേരും ഒരാളാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഐ മീൻ 2 പേരും 2 ടൈം ലൈനിൽ നടക്കുന്ന കഥകളെ കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ടൈം ട്രാവൽ കഥയായിട്ടാണ് ഈ ഒരു കഥ വരാനായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഗോട്ട് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമായിരിക്കില്ല. ഐ മീൻ ഇപ്പൊ നമുക്കറിയാം മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറയുന്നത് ഗോട്ട് എന്നുള്ള നമ്മൾ പറയുന്നത്. ഐ മീൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അവരെന്നും ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന രീതിക്കാണ് അവരെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ രീതിക്ക് എടുത്തേക്കുന്ന ഒരു ടേം ആണോ ഇവിടെ പറയുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ട്രാവലിന്റെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കാം ഒരു പക്ഷേ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന തരത്തിൽ ടൈറ്റിൽ കൊടുക്കാനായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. പണ്ട് നടന്നേക്കുന്ന DB കൂപ്പറിന്റെ ഒരു കഥയെ ആസ്പദമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കഥയാണോ ഈ ഒരു കഥ എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം
1980s നടന്നേക്കുന്ന DB കൂപ്പറിന്റെ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹീസ്റ്റനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 1971 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു DB കൂപ്പർ എന്ന് പറയുന്നത്. DB കൂപ്പർ എന്ന് പറയുന്ന പേരോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളോ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പോലും ആർക്കും അറിയില്ല. കാരണം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത്, മോഷണം എന്ന് പറയുന്നത് ചെറുതൊന്നല്ല, വേറെ ലെവല് മോഷണമായിരുന്നു. പൊതുവെ വെങ്കട് പ്രഭുവിന്റെ പടങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് ഈ മങ്കാത്ത പോലത്തെ പടങ്ങൾ ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ്. ഐ മീൻ ഹീസ്റ്റ് പോലുള്ള കാര്യങ്ങളോടും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ശരിക്കും വെങ്കട് പ്രഭു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ നിന്നും മറ്റൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള വളരെ പീക്കിൽ നിൽക്കുന്ന ഒരു മങ്കാത്ത പോലത്തെ ഒരു പടം എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ മറ്റൊരു ഹീസ്റ്റ് ആണോ എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ട ഒരു കാര്യമാണ്. 1971 കാലഘട്ടത്തിൽ DB കൂപ്പർ എന്ന് പറയുന്ന അനോണിമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഓറിയന്റ് എയർലൈൻസ് പറയുന്ന ഒരു എയർലൈൻ കമ്പനിയുടെ ഒരു ഫ്ലൈറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോയതിനു ശേഷം $2 ലക്ഷം 4 പാരച്യൂട്ടും കൂടിയിട്ട് റാൻസം ആയിട്ട് അന്ന് അവിടെ എയർലൈൻ കമ്പനിയോട് ചോദിച്ചു എന്നുള്ള കാര്യമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ റാൻസം മണി ആയിട്ടുള്ള 2 ലക്ഷം രൂപയും 4 പാരച്യൂട്ടും കൊടുത്തതിന് ശേഷം പിന്നീട് ഈ പാരച്യൂട്ടുമായിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് കൊണ്ട് ഇദ്ദേഹം വന്ന് രക്ഷപ്പെട്ടു പോയി എന്നുള്ളൊരു കാര്യമാണ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുശേഷം ആ പൈസയുമായിട്ട് അവരുടെ തന്നെ പാരച്യൂട്ടിൽ എസ്കേപ്പ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും DB കൂപ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ടും ഇത്രയും വലിയൊരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിട്ട് പോലും ഈ വ്യക്തിനെ ആരെ കൊണ്ട് പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആ ഒരു കഥയെ ആസ്പദമാക്കിക്കൊണ്ട് വരുന്ന ഒരു സ്റ്റോറിയാണോ 1970s കാലഘട്ടത്തിൽ നടക്കുന്ന 1971 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു പക്ഷേ ഒരു ടൈം ട്രാവൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് വിജയുടെ മറ്റൊരു പഴയ പാസ്റ്റിലോട്ട് പോകുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു ഹീസ്റ്റ് ആണോ ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈജാക്കിംഗ് ആണോ ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം അറിയില്ല. DB കൂപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി എന്നുള്ളൊരു കാര്യമാണ് സ്ട്രോങ് ആയിട്ടും ഈ സിനിമയെ കുറിച്ച് വരുന്ന റൂമർ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല, ആക്ച്വലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഒരു ഡിസ്കഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. എനിവേസ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാക്കിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പാരച്യൂട്ട് കാണാൻ വരുന്നുണ്ട്. സോ DB കൂപ്പറിന്റെ ഒരു കഥ വെച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഫ്ലൈറ്റിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരാളായിട്ട് വരുന്ന സമയത്ത് ഈ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങാനായിട്ട് ഉപയോഗിച്ചേക്കുന്ന ഒരു പാരച്യൂട്ടാണ് നമുക്ക് ഇവിടെ പുറകിലായിട്ട് കാണാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആവാനുള്ള ചാൻസ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഡബിൾ റോൾ ആവാനായിട്ടുള്ള ചാൻസ്, ലൈക്ക് ഒരു ടൈം ട്രാവൽ ലൂപ്പ് പോലെ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഇതിന് മുമ്പ് വന്നേക്കുന്ന മാനാട് സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിലും ടൈം ട്രാവൽ അല്ലെങ്കിലും ഒരു ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വീണ്ടും കൊണ്ടുവന്നേക്കുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമുള്ളത്. സോ ആ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരു ടൈം ട്രാവൽ പടമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പടം വരാനായിട്ട് ചാൻസ് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത്. ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്തുള്ള ഈ ഓൾഡ് ആയിട്ടുള്ള ലുക്കാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മറ്റു ലുക്ക് എനിക്ക് അത്രയധികം അങ്ങോട്ട് കൺവിൻസിംഗ് ആയിട്ടില്ല. ലൈക്ക് ഇറ്റ് വാസ് ഓക്കെ എന്ന് പറയാൻ മാത്രമാണ് പറ്റുള്ളൂ. ഐ മീൻ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. മേ ബി ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട് വന്നിട്ടുണ്ടാവില്ല. ഐ മീൻ ഇപ്പോൾ ഈ സിനിമ ഓൺ പ്രോസസ്സിംഗ് ആണ്, ഓൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ ഇതൊരു ഫസ്റ്റ് ലുക്ക്, ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ഒരു പോസ്റ്ററായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പോസ്റ്ററിനകത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന സമയത്തും കൂടുതൽ ഷൂട്ടുകളും മറ്റൊക്കെ വന്നതിന് ശേഷം കൂടുതൽ പോസ്റ്റേഴ്സുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എന്തിനാണെങ്കിലും വലിയൊരു ക്യാൻവാസി വരുന്ന ഒരു സിനിമയാണ്. ഐ മീൻ എനിക്ക് തോന്നുന്നു ലിയോ സിനിമയുടെ പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊരു കാര്യം. നിങ്ങൾക്ക് ഈ പോസ്റ്റർ ഇഷ്ടമായെന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഐ മീൻ നിങ്ങളൊരു വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഡീകോഡിംഗ്, എന്താണ് ഈ പോസ്റ്റർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട് ആൻഡ് വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. പോയി തകർക്കുക, അടിച്ചു പൊളിക്കുക, ജസ്റ്റ് ചിൽ ഔട്ട്. ഓക്കെ, ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.